അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട്, അത് കുഞ്ഞിലെ തൊട്ടുള്ള ആശാങ്കളരി തൊട്ടുള്ള ഫ്രണ്ടിനോട് ചോദിച്ചു, ഞാനെന്ന കൂട്ടുകാരിയെക്കുറിച്ച് എന്താണെന്ന് നിനക്ക് പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാനൊരു വീഡിയോയിലിട്ടു. ഇന്ന് ഞാൻ മറ്റൊരു ഫ്രണ്ട്, എന്നെക്കാട്ട് ഇളയ ആളാണ്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്. അവളോട് ഇന്ന് ഞാൻ ചോദിച്ചു, എന്താണ് പറയാനുള്ളത് എന്നെക്കുറിച്ച്. എന്ത് വേണമെങ്കിലും പറഞ്ഞോണം, എനിക്ക് ഫീൽ ചെയ്യത്തില്ല, എനിക്കൊരാവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇതെന്താണെന്നുള്ളത് പിന്നെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെനിക്ക് തിരിച്ച് വോയിസ് ഇട്ടു. എന്നെക്കുറിച്ച് അവൾക്ക് പറയാനുള്ളത് ഇതാണ്, അതായത് നല്ല പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾ, പിന്നെ ബോൾഡായിട്ട് ആണെങ്കിലും ബോൾഡായ ഒരാളാണെങ്കിലും പാവമാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കും. പിന്നെ പറഞ്ഞത് ആദ്യമായിട്ട് ആരെങ്കിലും എന്നോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് തോന്നും ഞാനൊരു ഭയങ്കര സാധനമാണ്, വലിയ ഭാവത്തോടുള്ള സംസാരമാണ്, അങ്ങനെ ആരോ വലിയ ആളാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ആദ്യമായിട്ട് സംസാരിക്കുന്നവർക്ക് തോന്നും. പക്ഷെ അങ്ങനൊന്നും അല്ല എന്ന രീതിയിലാണ് അവൾ എന്നോട് പറഞ്ഞത്. എന്തിനെ പ്രതികരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇതൊക്കെയാണ് പൊതുവെ എന്നിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറയുന്നത്. എനിക്ക് പെട്ടെന്നാണ് ആ ദേഷ്യം വരുന്നത്. ആ ദേഷ്യം ഞാൻ പ്രകടിപ്പിക്കും. അത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയായിട്ട് തട്ടിയോ എറിഞ്ഞോ ഒക്കെ ആയിരിക്കും എൻ്റെ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. അത് ചിലപ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആ ഒരു കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ആ ഒരു ടൈമിലൊക്കെ ഞാൻ ആ ദേഷ്യം, എന്തെങ്കിലും കാര്യം ദേഷ്യം ഞാൻ പറയും, എന്നോട് കുറച്ച് നേരത്തെ കാര്യം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിലായാലും ഞാൻ സമയത്ത് പറയും. അങ്ങനെ ഒരു കൺട്രോളില്ലാത്ത തരത്തിലുള്ള ദേഷ്യം. പിന്നെ ഇവൾക്ക് എൻ്റെ ഫ്രണ്ടാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ പറയാം എന്തൊക്കെയായിരുന്നു അവരുടെ പേരെന്നുള്ളത്. ഇപ്പം ഞാൻ ചോദിച്ച ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഇപ്പം എല്ലാവരും വിവാഹം കഴിച്ച് ഓരോരോ വഴിയിലേക്ക് പോയി. അപ്പം അവൾ അറിഞ്ഞെടുത്തോളം ഞാൻ അങ്ങനെയാണ്. പക്ഷേ അതിൽ കുറേ കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ എന്നിൽ വരുത്തിയിട്ടുണ്ട്. അതായത് എടുത്തു ചാടി എടുക്കുന്ന തീരുമാനം, അതിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ തന്നെ ചിന്തിക്കും. ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയൻ എപ്പോഴും പറയും, നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ ആ വികാരങ്ങൾക്കനുസരിച്ച് എടുക്കുന്ന തീരുമാനം. അപ്പം നമുക്ക് എന്തൊരു വികാരമാണോ തോന്നുന്നത് ആ വികാരത്തിനനുസരിച്ചുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതല്ല, നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നന്നായി ആലോചിക്കണം. ചില സന്ദർഭങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എനിക്കറിയാം ഒന്നുകൂടെ ആലോചിക്കണം എന്ന് തോന്നിയാലും ഞാൻ അങ്ങനെ ആലോചിക്കില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് എന്നെ ശരിക്കും ബാധിക്കുമെന്ന് എനിക്ക് തോന്നും. അങ്ങനെ നമ്മളെപ്പോഴും ഒരടിമ എന്നുള്ള രീതിയിൽ ആരുടെ മുന്നിൽ നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ജീവിക്കുന്നെങ്കിൽ നല്ല അന്തസ്സുബഹുമാനമായിട്ട് ജീവിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോവാതിരിക്കുക. അനാവശ്യമായ ആരുടെ അടിമയല്ല, നമ്മളായിട്ടിരിക്കുക. അതെനിക്ക് എപ്പോഴും ഒരു മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമായിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രമേ വിട്ടുവീഴ്ചകളുമായിട്ട് പോകാവുള്ളൂ. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളല്ലാതായി പോകും. നമ്മളെ ചിലപ്പോൾ വീണ്ടും ആളുകളിട്ട് ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. ഇങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടറും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് അറിയാവുന്നതേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ കുറച്ച് ബോൾഡാന്നൊക്കെ പറഞ്ഞപ്പോൾ രസമുണ്ട് കേൾക്കാൻ എന്നൊരു സന്തോഷം. അപ്പം എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മറ്റൊരാൾക്ക് ഞാൻ ഇടപഴകുന്ന ആൾക്കാർക്കല്ലേ എന്നെക്കുറിച്ച് കൂടുതലായിട്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സൗമ്യ എന്ന പേര് കേൾക്കുമ്പോൾ, ഇന്ന ആളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒറ്റ കാര്യമാണ് ദേഷ്യക്കാരിയാണ്, പ്രതികരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതെൻ്റെ കോളേജിൽ എൻ്റെ ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞു, എടി നിന്നോട് ആദ്യം സംസാരിക്കുമ്പം ആർക്കായാലും തോന്നുന്ന ഒരു കാര്യം, നീ ഭയങ്കര സാധനമാണ്, പക്ഷേ നീ ഒരു പാവമാണ്.
എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേ വാക്കുകൾ തന്നെ ഇവിടെ എനിക്ക് കേട്ടപ്പം അത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ അങ്ങനെ തന്നെ ആയാൽ മതി. കാരണം നമ്മൾ ആദ്യമേ തന്നെ എല്ലാവരോടും ഭയങ്കരമായിട്ട് അങ്ങ് ഇടപഴകി ഇതാവുന്ന കാര്യമില്ല. നമ്മൾ ആദ്യമേ നമ്മളോട് സംസാരിക്കുന്നവരെക്കുറിച്ചൊന്ന് വിലയിരുത്തണം. വിലയിരുത്തിയതിന് ശേഷം മതി നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് അവരറിയുന്നത്. അല്ലാതെ ആദ്യമേ തന്നെ നമ്മളങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇടപഴകി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാകും. ഇതൊക്കെ എൻ്റെ ഒരു ചിന്താഗതിയാണ്. നമ്മളായിട്ടിരിക്കുക. അല്ലെങ്കിൽ ചിലർക്ക് സംശയം തോന്നും, ഇതെന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ തന്നെ ചിലരെ പ്രയാസമാണ്. ശരിയല്ലേ?